യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം വിശുദ്ധവാരത്തിലെ ദുഃഖവെള്ളിയാഴ്ചയാണിന്ന്. നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളും 19-ാം അധ്യായം 42 വരെയുള്ള വാക്യങ്ങളുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. യേശുനാഥൻ നമുക്ക് വേണ്ടി എങ്ങനെ പീഡകളേറ്റു മരിച്ചു, അവൻ എത്രയേറെ സഹിച്ചു എന്നൊക്കെ സുവിശേഷം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. സഭയുടെ പുരാതന പാരമ്പര്യം അനുസരിച്ച് ഇന്ന് ദിവ്യബലി അർപ്പണമില്ല. കാരണം യേശുനാഥൻ്റെ മരണം, ആ ബലി തന്നെയാണ് നമ്മളിന്ന് ഓർമ്മിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. യേശുനാഥൻ എത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവെന്നും എത്രത്തോളം സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നുവെന്നും ആളുകളുടെ അവഗണനയും പരിഹാസവുമൊക്കെ അവൻ്റെ മരണത്തെ എത്രത്തോളം ദുസ്സഹനീയമാക്കിയെന്നും സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഈ സുവിശേഷത്തിൽ യേശുനാഥൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ചില കാര്യങ്ങൾ, ഒന്ന്, യേശുനാഥൻ ഏതാണ്ട് 9 മണിക്കൂറുകളോളം കുരിശിൽ കിടന്നുവെന്നാണ്. ഈ കുരിശുമരണത്തിന് തൊട്ട് മുമ്പ് അവൻ ഒത്തിരിയേറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം വരുന്ന അടയാളികൾ അവനെ ഒത്തിരിയധികം പ്രഹരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു സംഭവം പറയുന്നത്, ഈ അവിടുത്തെ ചരിത്രമനുസരിച്ച് മരണത്തിന് തൊട്ടു മുൻപ് 2 മല്ലന്മാർ ചേർന്ന് യേശുനാഥനെ അവിടെ ജയിലിൽ വെച്ച് പ്രഹരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇത് സാധാരണ അവർ ചെയ്തിരുന്നത് കുരിശിൽ അധികം നേരം കിടക്കാതെ മരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ രക്തം വാർന്ന് പോകുന്ന തരത്തിലുള്ള മുറിവുകൾ ആ മനുഷ്യനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അത്രയേറെ സഹനങ്ങൾ യേശുനാഥൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഈ സഹനങ്ങൾ അവൻ കടന്നുപോയത് ശാരീരികമായ സഹനങ്ങൾ മാത്രമല്ല, യേശുനാഥന് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. ആരൊക്കെ തന്നെ തള്ളിപ്പറയുമെന്നും ഒറ്റിക്കൊടുക്കുമെന്നും ശിഷ്യന്മാരൊക്കെ തന്നെ ഉപേക്ഷിക്കുമെന്നും പിന്നെ കുരിശിൽ ഏൽക്കേണ്ടി വരുന്ന ശാരീരിക പീഡനങ്ങളെക്കാൾ ഉപരി അവിടെ ലഭിക്കാവുന്ന മാനസികമായ കുറേയേറെ പീഡനങ്ങളുണ്ട്. കാര്യം, മനുഷ്യരുടെ മുൻപിൽ നഗ്നനാക്കപ്പെടുക, എല്ലാവരാലും ശപിക്കുകയും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഇതൊക്കെ യേശുനാഥൻ്റെ മരണത്തെ ദുസ്സഹനീയമാക്കിയ ചില കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം അവൻ സഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. അപ്പം ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉദാത്തമായ അടയാളമാണ് കുരിശിലെ യേശുനാഥൻ. കുരിശുമരണത്തോളം അവൻ നമ്മളെ സ്നേഹിച്ചു എന്നാണ്. മാത്രമല്ല, അവൻ നമ്മളെ ദൈവത്തിൻ്റെ മക്കളും സ്നേഹിതരുമാക്കി മാറ്റിയ ഒരു സമയമാണ്. യേശുനാഥൻ വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാണ്, ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് യേശുനാഥൻ പറയുന്നൊരു കാര്യമാണ്, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. ഇന്ന് നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചുകൊണ്ട് നാം ഓരോരുത്തരും യേശുനാഥൻ്റെ സ്നേഹിതന്മാരാണ് എന്നൊരു ബോധ്യം നമുക്ക് നൽകുകയാണ്. ഈ സ്നേഹിതന്മാരുടെ ഒരു പ്രത്യേകതയാണ്, ഇസ്രയേലിലും റോമിലുമൊക്കെ, റോമാ സാമ്രാജ്യത്തിലുമൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ സ്നേഹിതർ. അവർ ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരാണ്. അത് ആ സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. അപ്പോൾ തലേന്ന് ഒരുമിച്ചിരുന്ന് ശിഷ്യന്മാരുമായി അപ്പം പങ്കുവെച്ചവൻ നമുക്ക് മുമ്പിലേക്ക് തരുന്നൊരു ധാരണയും അതാണ്: ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരെ പോലെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുവെന്നാണ്. അപ്പോൾ യേശുനാഥൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായ ധാരണ കുരിശിലെ ഈ ബലിയിൽ ലഭിക്കുന്നുണ്ട്. അവൻ തന്നെയാണ് കുഞ്ഞാട്, അവൻ തന്നെയാണ് പുരോഹിതൻ. അവൻ ദൈവത്തിനെ തന്നെ അർപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് അർപ്പിക്കുകയാണ്. കുരിശിലെ ഈ ബലി, അത് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യേശുനാഥൻ മരിക്കുന്നത് പെസഹ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന സമയമാണ് എന്നൊരു സൂചന കൂടെയുണ്ട്. മറ്റ് സുവിശേഷങ്ങളെപ്പോലെയല്ല. മറ്റ് സുവിശേഷങ്ങൾ പെസഹ അർപ്പിച്ചതിന് ശേഷം മരിക്കുന്ന യേശുനാഥനെക്കുറിച്ച് പറയുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശുനാഥൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് പെസഹ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന അതേ സമയം യേശുനാഥനും കുരിശിൽ കൊല്ലപ്പെട്ടുവെന്നാണ്. കാരണം അവനാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട്. അവൻ്റെ രക്തം തളിക്കപ്പെടുന്ന ഭവനങ്ങളിൽ അവർ മരണത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജീവനിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കടക്കും എന്നുള്ള ഒരു സൂചന കൂടെയാണ് തരുന്നത്. കാരണം ഈജിപ്തിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ട ഭവനങ്ങളിൽ മരണത്തിൻ്റെ മാലാഖ വരാത്തതുപോലെ ഈ ഭവനങ്ങളിൽ യേശുനാഥൻ്റെ രക്തം ജീവൻ്റെ സമൃദ്ധി നൽകുന്നു എന്നുള്ളൊരു സൂചന കൂടി നൽകുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന മറ്റൊരു കാര്യം, ഈ യേശുനാഥൻ നമ്മളെ ഒത്തിരിയധികം സ്നേഹിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ ദുഃഖവെള്ളി നമ്മളോട് സംസാരിക്കുന്നത്?
നമ്മൾ അവനെ എങ്ങനെ മാത്രം സ്നേഹിക്കണം, എത്രമാത്രം സ്നേഹിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹം എങ്ങനെയാണ് വഴിത്തിരിവുണ്ടാക്കുന്നത് എന്നുമാണ്. അപ്പോൾ കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്ന 3 പേരെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാൻ പറ്റും. ഒന്ന് മറിയമാണ്, മറ്റൊന്ന് മഗ്ദലന മറിയമാണ്, പിന്നെ ഒന്ന് യോഹന്നാനാണ്. വേറെയും ഒത്തിരിയധികം മനുഷ്യരുണ്ട്, എങ്കിൽ നമ്മൾ ഈ 3 പേരെയാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. ഒന്ന് യേശുനാഥൻ്റെ അമ്മ, മഗ്ദലന മറിയം, യോഹന്നാൻ. അപ്പം ഇവർ 3 പേരും കുരിശിൻ്റെ കീഴിലാണ്. ഇപ്പോൾ നമ്മളും ഈ കുരിശിൻ്റെ കീഴിലാണ്. ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ അതേ കുരിശിൻ്റെ കീഴിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ കുരിശ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? കുരിശ് സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സ്നേഹം എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം. ഇത് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ കുരിശ് മരണം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. കാരണം അന്ന് കുരിശിൻ്റെ കീഴിൽ ഒത്തിരിയധികം മനുഷ്യരല്ലാതെ ഉണ്ടായിരുന്നു. പടയാളികളുണ്ടായിരുന്നു, നിയമജ്ഞർ, ഫരിസേയരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒന്നും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് കൊല്ലപ്പെട്ടതൊരു വലിയൊരു കുറ്റവാളിയാണ്. പക്ഷെ അവിടെ നിന്ന മറിയത്തിനും മഗ്ദലന മറിയത്തിനും യേശുവിനുമൊക്കെ യോഹന്നാനും ഒക്കെ യേശുനാഥൻ അവരുടെ ജീവിതത്തിൻ്റെ എന്തോ ഭാഗമായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിനെ ഉലയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷ് ചിക്കാനത്തിൻ്റെ ഒരു ചെറുകഥയുണ്ട്, ബിരിയാണി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി അദ്ദേഹത്തെ ഒരു ജോലിക്ക് വേണ്ടി ഒരു കല്യാണ വീട്ടിൽ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് വലിയൊരു കുഴി എടുക്കാൻ അവർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് ഈ കുഴി എടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മണം വരുമ്പോൾ തന്നെ സംശയമായി. അപ്പോൾ ബിരിയാണിയുടെ മണമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വലിയൊരു ചെമ്പ് നിറയെ ബിരിയാണിയുമായി വരികയാണ്. അവർ കല്യാണത്തിന് വെച്ചത് അധികം വന്നതാണ്. അപ്പോൾ അത് കുഴിച്ചു മൂടാനാണ് ഇദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെ ബിരിയാണിയൊക്കെ തട്ടി വെക്കുമ്പോൾ അവിടെ നിന്ന് ആരും സംസാരിക്കുന്നുണ്ട്. നല്ല ബസുമതിയുടെ അരിയാണ് അത്, നല്ല വില കൂടിയൊരു അരിയാണ് ഈ ബസുമതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയ ബിരിയാണി ഇങ്ങനെ നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ അവിടെ സംസാരം വരുമ്പോൾ ഈ മനുഷ്യൻ ഇത് ചവിട്ടി താഴ്ക്കുകയാണ് കാലുകൊണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഇത് ചവിട്ടാൻ പറ്റാതെ അദ്ദേഹം അവിടെ നിന്ന് കരയുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ചുറ്റും കൂടിയുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവരവരോട് ചോദിക്കുന്നത് എന്തിനാണ് കരയുന്നത്? അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വീണ്ടും നിന്ന ആളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, എൻ്റെ മകളുടെ പേര് ബസുമതി എന്നാണെന്ന് പറയും. അപ്പം അവിടെ നിന്ന് ആളുകൾ ഇദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ബീഹാറുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകളുമാണ്, ഈ ബസുമതി എന്ന പേരുള്ള മകളാണ്. അപ്പോൾ മകളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയണം, മകൾ മരിച്ചുപോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പെട്ടെന്ന് സ്തംഭിച്ചു പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവൾ മരിച്ചത്? അത് പട്ടിണി കിടന്നാണ് അവൾ മരിച്ചത്. അപ്പോൾ പട്ടിണി കിടന്ന് മരിച്ച മകള്, അതേ മകളുടെ പേരുള്ള ഈ അന്നം അദ്ദേഹത്തിന് എങ്ങനെ ചവിട്ടി താഴ്ക്കാൻ കഴിയും? അപ്പോൾ അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അദ്ദേഹം നിൽക്കുകയാണ്. ഇവിടെ ഈ ബീഹാർ സ്വദേശിക്ക് അല്ലെങ്കിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക്, ഈ മനുഷ്യന് ഈ ബസുമതി അരി ചവിട്ടി താഴ്ക്കുമ്പോൾ അദ്ദേഹം ജീവിതം മുഴുവനും ഉലഞ്ഞു പോയത് സ്വന്തം മകളുമായി അദ്ദേഹത്തിന് അത് റിലേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ്. അപ്പം ഞാനും കുരിശിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഉലഞ്ഞു പോകാത്തതെന്ന് പറയുമ്പോൾ എനിക്ക് കുരിശിനെ അങ്ങനെ ഞാനുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഈ മകള്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൾ പട്ടിണി കിടന്ന് മരിച്ചത് കൊണ്ടാണ് അദ്ദേഹം ആ അരി ചവിട്ടി താഴ്ക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തത്. അദ്ദേഹം അത് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളാണ് ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പോൾ യേശുനാഥൻ എനിക്ക് ആരോ ആയി മാറുന്നത് കൊണ്ട് എന്നെ ഇത് ബാധിക്കണമെന്നില്ല. എനിക്ക് മരിച്ച യേശുവിനെ ഞാൻ നോക്കുന്നു, ഞാൻ പിന്നെ തിരികെ പോകുന്നു. പക്ഷേ കുരിശിൻ്റെ കീഴിൽ നിന്ന് ഈ 3 പേർക്കും അവരുടെ ജീവിതം ഉലഞ്ഞു പോയത് ക്രിസ്തു അവർക്ക് ആരോ ഒരാളായിരുന്നില്ല. ക്രിസ്തു അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. മറിയത്തിലേക്ക് വരുമ്പോൾ ഓരോ യഹൂദ സ്ത്രീകളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അവരെ രക്ഷകൻ്റെ അമ്മയാക്കണമെന്ന്. ആ ഭാഗ്യം ലഭിച്ച മറിയം രക്ഷകൻ്റെ അമ്മയായി തീർന്ന നിമിഷം മുതൽ ഈശോയുടെ ഓരോ വഴിത്താരയിലും അവൾ സഹായിയായി കൂട്ടുനിൽപ്പുണ്ട്. നമ്മൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണുന്ന വളരെ മനോഹരമായ ഒരു രംഗമാണ്. കുരിശോടുകൂടി വീഴുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന മറിയം ഈശോയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഐ എം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. മറിയം അതെപ്പോഴും ഈശോയുടെ കൂടെ തന്നെയായിരുന്നു. കാര്യം ഈശോ മറിയത്തിൻ്റെ മകനായിരുന്നു. അവർ തമ്മിലുള്ള രക്തബന്ധം അത് അവളെ, ഈശോയെ അവളോളം തന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചാട്ടവാറടികളെ ഭയപ്പെടാതെ അവൾ ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ മറിയത്തിന് കഴിഞ്ഞു. പിന്നീട് മറിയത്തെ നമ്മൾ കാണുന്നത്
ഈശോയെപ്പോലെ അപ്പോസ്തലന്മാരെ സ്നേഹിക്കുന്ന, അവരെ ഒരുമിച്ച് കൂട്ടി ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന മറിയത്തെയാണ്. അപ്പോൾ മറിയത്തിന് ഈശോയെപ്പോലെ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. കുരിശ് അവളെ പഠിപ്പിച്ചൊരു പാഠമാണ്. കാര്യം കുരിശ് അവൾക്ക് നൽകിയ യോഹന്നാൻ എന്ന മകൻ യോഹന്നാൻ മാത്രമായിരുന്നില്ല, ഓരോ ക്രൈസ്തവനുമായിരുന്നത് കൊണ്ട് അവൾ എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം കൂടി ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരമ്മയാണ്, എൻ്റെ മകനെ ഒറ്റിക്കൊടുത്ത് തള്ളിക്കളഞ്ഞ, അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രശ്ന സമയത്ത് ഓടിക്കളഞ്ഞ കൂട്ടുകാരെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക, ഞാനൊരു അമ്മയാണെങ്കിൽ? പക്ഷെ മറിയം അവരെല്ലാം മക്കളെപ്പോലെ സ്വീകരിച്ചു. അവളുടെ നീലമേലങ്കിക്കുള്ളിൽ ഒതുക്കി ചേർത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവൾ ഒരുക്കുന്നുണ്ടത് ഈശോ അവൾക്ക് നൽകിയ സ്നേഹം അവൾ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഗാധമായി പുറത്തുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും സ്നേഹിക്കാൻ മറിയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുരിശിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഒരു പാഠം അതാണ്. എൻ്റെ കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഞാൻ ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും പഠിക്കണം. മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന മനുഷ്യരാകാൻ വേണ്ടി. ഭിന്നിപ്പിൻ്റെ സുവിശേഷമല്ല, ചേർത്ത് നിർത്തുന്നതിൻ്റെ സുവിശേഷമാണ് കുരിശിൻ്റെ കീഴിലെ മറിയം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അത് കുരിശിൽ നിന്ന് അവൾക്ക് ലഭിച്ചൊരു പാഠമാണ്. രണ്ടാമത് മഗ്ദലന മറിയത്തിലേക്ക് വരുമ്പോൾ ഓരോ മനുഷ്യനും അവളെ സ്നേഹിച്ചത് അവളുടെ ശരീരത്തിന് വേണ്ടിയാണ്. യേശു മാത്രമാണ് അവളെ അവൾക്ക് വേണ്ടി സ്നേഹിച്ചത്. അതുകൊണ്ട് മറിയം പിന്നീട് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറുന്നുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്ന സ്ത്രീയായി അവൾ മാറുന്നുണ്ട്. അവൾ പിന്നീട് സുവിശേഷം പ്രസംഗിക്കാനായി അന്യദേശങ്ങളിലേക്ക് പോയി അവിടെ മരണം വരിച്ചു എന്നാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വില കൂടിയ സുഗന്ധതൈലം മാത്രമല്ല, അവളുടെ ജീവിതം പോലും ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളിൽ എറിഞ്ഞുടച്ച സ്ത്രീയാണ് ഈ മഗ്ദലന മറിയം. പിന്നീട് അവളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, പഴയ പാപജീവിതത്തിലേക്ക് അവൾ പോയിട്ടില്ല. കാരണം അവൾ ഈശോയെ അത്രമാത്രം അഗാധമായി സ്നേഹിച്ചു. അവൾക്ക് ഈശോ അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേന്ന് അതിരാവിലെ അവൾ ഓടി വരുന്നുണ്ട്, എൻ്റെ ഗുരുവിനെ നിങ്ങൾ എവിടെയാണ്, അവരുടെ ശരീരം. കാര്യം ഇനി ഇവരുടെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ വേണ്ടി ഈശോയെ സ്നേഹിച്ചിരുന്ന ഒത്തിരിയധികം മനുഷ്യർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സ്വീകരിക്കാൻ. പക്ഷേ ഇപ്പോൾ കുരിശിൽ കിടക്കുന്ന യേശുനാഥൻ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ പോകുന്നില്ല. ഇവർക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ അടയാളങ്ങൾക്കോ അത്ഭുതങ്ങൾക്കോ വേണ്ടിയല്ല ഇവർ ഈശോയെ സ്നേഹിച്ചത്. കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്ന മറിയവും മഗ്ദലന മറിയവും യോഹന്നാനും ഈശോയെ സ്നേഹിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി മാത്രമാണ്, ഒന്നും ലഭിക്കാനല്ല, മറിച്ച് അവരെ തന്നെ കൊടുക്കാനാണ്. കാരണം അവരുടെ ഈശോയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ അവനോട് കൂടെ ചേർന്നവരാണെന്ന രീതിയിൽ മരണം വരെ ഇവർക്ക് സംഭവിക്കാം. അവിടെ ഉണ്ടായിരുന്ന പടയാളികളും മറ്റ് പ്രമുഖന്മാരും ഒക്കെ ഇവരെ ചിലപ്പോൾ മരണത്തിലേക്ക് ഇവരെ തള്ളിവിടാം. അതൊക്കെ ഇവർക്ക് കാര്യമായി അവർ സ്വീകരിക്കുന്നില്ല. അവർക്ക് ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും തയ്യാറായിക്കൊണ്ട് അവർ നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും സ്വീകരിക്കുന്ന സ്നേഹമല്ല ഇവിടെ, എന്തും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സ്നേഹവുമായിട്ടാണ് ഇവർ കുരിശിൻ്റെ കീഴിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ കുരിശ് എന്നെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനല്ല ഞാൻ ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ പള്ളിയിലേക്ക് വരുന്നത് ചില മനുഷ്യരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കാൻ അവൻ്റെ കുരിശിൻ്റെ കീഴിൽ നിൽക്കാനാണ് ഞാൻ ഇന്ന് നിൽക്കേണ്ടത്. ആ ജീവിതം എന്നെ വീണ്ടും കുരിശിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങളിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരണമെന്നാണ്. അങ്ങനെ മഗ്ദലന മറിയം ഒന്നിനു വേണ്ടി അല്ലാതെ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അവൾ അവിടെ നിൽക്കുകയാണ്. അവൾ പിന്നീട് അപ്പോസ്തലയായി മാറുന്നുണ്ട്. ഈ യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത്ര നല്ല മനുഷ്യനായിട്ടല്ല യോഹന്നാനെ സുവിശേഷത്തിൽ ആദ്യം മുതൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു വലിയ ഈശോയെ തിരസ്കരിച്ച ഒരു ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അധികാരത്തിൻ്റെ വേണ്ടി ഈശോയുടെ അധികാരത്തിൽ വരുമ്പോൾ വലതും ഇടതും ഇരിക്കാൻ സഹോദരങ്ങൾ യോഹന്നാനും സഹോദരൻ യാക്കോബും ആവശ്യമായി വന്നു നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ന് ഈ അധികാരങ്ങളൊന്നുമല്ല, ഈശോ ഇന്ന് കുരിശിൻ്റെ മരണം, സകല പീഡനങ്ങൾ അവഹേളനങ്ങളും ഏറ്റ് മരിക്കുമ്പോൾ എന്തിനാണ് യോഹന്നാൻ കീഴിൽ നിൽക്കുന്നത്? യോഹന്നാൻ അറിയാം, ഇനി മഹത്വത്തിന് വേണ്ടിയല്ല ഞാൻ ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്നത്, അവന് വേണ്ടി മരിക്കാനും തയ്യാറാണ്. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന യോഹന്നാൻ ഇനി കുരിശിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ തയ്യാറായിട്ടുണ്ട്. പിന്നീട് നമ്മൾ യോഹന്നാനെ കുറിച്ച് കാണുന്നത് സ്നേഹം സ്നേഹം സ്നേഹമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന യോഹന്നാനെ കുറിച്ചാണ്. ഈശോയുടെ സ്നേഹം അത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു ശിഷ്യനില്ല എന്ന് വേണം നമ്മൾ പറയാൻ. കാരണം യോഹന്നാൻ സ്നേഹത്തിൻ്റെ സുവിശേഷകനായി മാറി. അപ്പോൾ അങ്ങനെ കുരിശിൻ്റെ കീഴിൽ നിന്ന് ഓരോ മനുഷ്യരും ഈശോയുടെ കുരിശിൽ നിന്ന് സ്നേഹത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അവർ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന പാഠം പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമിക്കുന്നതിനെയും പൊറുക്കുന്നതിനെയും പാഠം പഠിക്കുന്നുണ്ട്. ഈശോയെക്കുറിച്ച് സ്നേഹത്തിൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്നതിൻ്റെ പാഠത്തെ അവർ പഠിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളും കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്ന നമ്മളോടും സുവിശേഷം ചോദിക്കുന്ന ചോദ്യം, ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്? അനവധി കുരിശ് മരണത്തിന് സാക്ഷിയായവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം ദുഃഖവെള്ളികൾ നമ്മൾ ആചരിച്ചിട്ടുണ്ട്. ഇനി ഈ ദുഃഖവെള്ളികൾ എന്നാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ഈശോയെ സ്നേഹിക്കാൻ,
ഈശോയെ സ്നേഹിച്ചതുപോലെ മറ്റു മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ് ഈ സ്നേഹം പൂർണ്ണമായി മാറുന്നത്. എൻ്റെ ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കാം, ഒന്നിനു വേണ്ടി അല്ലാതെ ഈശോയെ സ്നേഹിക്കാൻ. ഈശോ ഈ കുരിശിലെ 7 വാചകങ്ങളിൽ വളരെ മനോഹരമായ 2 വാചകം, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നൊരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഈ ദാഹം നമ്മുടെ ജീവിതത്തിൽ ചുറ്റും അനുഭവിക്കുന്ന ഒത്തിരിയധികം മനുഷ്യരുണ്ട്. കാരണം വലിയൊരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ആദ്യമേ പുറത്തായിട്ടുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. യേശുനാഥൻ അവസാനം ദിവസങ്ങളിൽ വിധിക്കാൻ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, പക്ഷേ എനിക്ക് വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല, എനിക്ക് ആഹാരം തന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ എനിക്ക്, ഈ സാധാരണ മനുഷ്യർക്ക് ആർക്കെങ്കിലും കുടിക്കാനോ ഭക്ഷിക്കാനോ കൊടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് നൽകിയെന്ന് യേശുനാഥൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദാഹിക്കുന്ന യേശുനാഥനെ ചുറ്റുമുള്ള മനുഷ്യരിൽ കാണാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ഏറ്റവും നിസ്സാരമായ സംഭവമാണ് നമ്മുടെ കുടുംബത്തിലെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യരെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം സുവിശേഷം നമ്മളോട് തരുന്നുണ്ട്. മരണം മുന്നിൽ കൊണ്ട് കഴിയുന്ന പ്രായമായ മനുഷ്യരോട് നമ്മൾ എങ്ങനെയാണ് സ്നേഹം കാണിക്കുന്നത്? അവർക്ക് വേണ്ട ദാഹം എന്ന് പറയുന്നത്, അവർ സ്നേഹത്തിൻ്റെ ദാഹം അനുഭവിക്കുന്ന മനുഷ്യർ, അവരെല്ലാം കുരിശിൽ കിടക്കുന്ന ഈശോയാണ്. അവരോട് നമുക്ക് സ്നേഹം കാണിക്കാൻ പറ്റും. ഈ കുരിശിലെ ഈശോയ്ക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 7 വചനങ്ങൾ നമ്മൾ ധ്യാനിക്കാറുണ്ട്, യേശുനാഥൻ്റെ കുരിശിൻ്റെ വചനം. അപ്പോൾ അത് കുരിശിൻ്റെ കീഴിൽ നിന്ന് തന്നെ സ്നേഹിക്കുന്നവരോടാണ് ഈശോ സംസാരിച്ചത്. ഒരുപക്ഷെ അവരവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈശോ ആരോട് സംസാരിക്കുമായിരുന്നു? ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം അവൻ ആഗ്രഹിച്ചതൊന്നും മിണ്ടാനാണ്, സംസാരിക്കാനാണ്. അപ്പോൾ അവനത് സാധിച്ചത് അവനെ സ്നേഹിക്കുന്ന ചില മനുഷ്യർ കുരിശിൻ്റെ കീഴിൽ നിന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സംസാരം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. യേശുനാഥൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ്. അത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും അതിനെ അവൻ വകവയ്ക്കാതിരുന്നത് ഈ മരിക്കുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ആ ആഗ്രഹമാണ് അവനെ ഇത്രയധികം ഈ ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കാൻ മരണത്തോളം ഉള്ള വേദന അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് അനുഭവിച്ച് അവൻ ഈ 7 വാക്കുകൾ പറഞ്ഞത് അവരോടുള്ള സ്നേഹം കൊണ്ട് സംസാരിക്കാൻ തോന്നിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മനുഷ്യരുടെ അവസാന നിമിഷങ്ങളിൽ ഒന്ന് സംസാരിക്കാൻ, സ്നേഹമുള്ളവരോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാവും. അവരുടെ കൂടെ കേൾക്കുന്ന മനുഷ്യരാകാൻ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ പോലും കുരിശിലെ ക്രിസ്തുവിനെ കേൾക്കുന്നതിന് തുല്യമാണ്. അപ്പം അങ്ങനെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഈ ഉപേക്ഷിക്കപ്പെട്ടവരെയൊക്കെ ചേർത്ത് നിർത്താനും അവരോട് സംസാരിക്കാനും അവരെ കേൾക്കാനും ഒക്കെ നമുക്ക് കഴിയണം. സുവിശേഷം, ഈ കുരിശിൻ്റെ കീഴിലെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. അതുകൊണ്ട് ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈശോയെ ധ്യാനിക്കുമ്പോൾ, ഈശോയെ പോലെ സംസാരിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യരോട് കേൾക്കുന്ന മനുഷ്യരാകാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ, കുരിശിൻ്റെ കീഴിൽ നിന്നതുപോലെ ഈ ഒറ്റപ്പെട്ടു പോയ അവഗണിക്കപ്പെട്ട മനുഷ്യരോടൊക്കെ ചേർന്ന് നിൽക്കാൻ, അവർക്ക് ദാഹിക്കുമ്പോൾ അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, അത് ഈശോയ്ക്ക് കൊടുക്കുന്നത് പോലെയുള്ള സ്നേഹത്തോട് കൊടുക്കാനൊക്കെയുള്ള മനപരിവർത്തനം നമുക്കുണ്ടാകുമ്പോൾ ഈ കുരിശിലെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി മാറും. അപ്പോൾ ഇന്ന് ഈ കുരിശിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ഒരു കൃപയ്ക്കും അനുഗ്രഹവും നമുക്ക് ലഭിക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.